ഇപ്പം തന്നെ വീഡിയോ എങ്ങാനും സ്കിപ്പ് ചെയ്തിട്ട് പോകാനാണ് പരിപാടിയെങ്കിൽ നിങ്ങൾ ഉറുമ്പ് കടിക്കും. സത്യം പറയാലോ, ഉറുമ്പ് കടിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫാർമിംഗ് ഏരിയ ഉണ്ടാകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിലേ ഈ ഒരു ഷീപ്പ് ഫാർമും കൗ ഫാർമൊക്കെ ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് വീട്ടിന് നല്ലോണം ചിലവ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫുഡിനും അത്യാവശ്യം ഈ ഒരു മൃഗങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ അത്യാവശ്യത്തിന് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പൊരിച്ചെടുത്തിട്ട് നമ്മളിവിടെ ഒരു ഫാർമിംഗ് ഐലൻഡിൽ കൊണ്ട് നടാം. വില്ലേജറൊക്കെ കഷ്ടപ്പെട്ട് നട്ട സാധനങ്ങളാണ് നമ്മളൊരു ഇതും ഇല്ലാണ്ട് അങ്ങ് പൊരിച്ചെടുക്കുന്നത്. എന്തായാലും നമുക്ക് കുറേ അധികം കൃഷി വളർന്നതിന് ശേഷം വില്ലേജർക്ക് തിരിച്ച് നട്ടു കൊടുക്കാം. ഞാനാണെങ്കിൽ ഈ ഒരു സ്ഥലത്തായിട്ട് ഫാർമ് സെറ്റ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അതായത് ഈ ഒരു സ്ഥലം മൊത്തത്തിൽ ഇവിടം വരെ ഈ താഴെ വരെ നമുക്ക് ഫാർമ് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. എന്താ വെച്ചാൽ ഭാവിയിൽ എന്തായാലും ഞാൻ ഈ ഒരു വില്ലേജൊക്കെ ഇവിടുന്ന് ഇടിച്ച് നിരത്തുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരോട് മാത്രം എനിക്ക് പറയാനുള്ളത്, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ വീഡിയോ ഇടുന്നല്ലേ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറുമ്പ് കടിക്കും കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയാണ് ഈ ഉറുമ്പ് അടിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യ് പെട്ടെന്ന്. ഞാൻ എന്തായാലും ചെയ്തിട്ടേ വീഡിയോ തുടങ്ങുന്നുള്ളൂ. ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും ആ ലൈക്കും കൂടി ചെയ്യും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ വീഡിയോ ഇടുന്നതല്ലേ, ഒരു ചെറിയ ലൈക്കല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഒരു ലൈക്ക് ചെയ്തെങ്കിൽ അത് നമ്മൾ ചാനലിനെ തന്നെ മാറ്റിമറിക്കും. അതുപോലെ തന്നെ നമ്മൾ 50 സബ്സ്ക്രൈബർ എന്ന് പറയുന്ന ഗോളും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഇത്രയും നല്ല വലിയ സപ്പോർട്ട് തന്നതിന് എല്ലാവർക്കും നന്ദി. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം. പുതിയതായിട്ട് കാണുന്നവരും ചാനലൊന്ന് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 100 സബ്സ്ക്രൈബർ പെട്ടെന്ന് അടിക്കണം എനിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് തന്നെ നമ്മളെ പരിപാടിയെല്ലാം തുടങ്ങാം. ഞാൻ എന്തായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകട്ടെ. അപ്പോൾ ഗൈസ്, ഇത് ഇവിടെ ഉണ്ടായ ഈ ഒരു മരം ഞാൻ മൊത്തത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പ്ലാങ്ക്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അതായത് ഒരു ബോർഡർ വരക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാങ്ക്സ് ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ കുറച്ച് ഫെൻസ് നമ്മളെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഫാർമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു തത്തക്കുട്ടിക്ക് എന്തെങ്കിലും നല്ല പേര് പറയണമെന്ന്. അപ്പോൾ ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ മീനുക്കുട്ടീന്ന് പേരിടണം എന്ന്. എനിക്ക് മീനുക്കുട്ടീന്നൊക്കെ ഇടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആരെങ്കിലും പറഞ്ഞ് ഞാൻ കോപ്പി അടിച്ചു എന്ന്. എന്തായാലും ഇനി ഞാൻ നോക്കണില്ല. ബ്രോ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും മീനുക്കുട്ടി തന്നെ ഇതിന് പേരിടാൻ പോവാണ്. പക്ഷെ നമ്മളിൽ ഇപ്പോൾ നെയിം ടാഗൊന്നും ഇല്ല, അതുപോലെ ആൻവിലും ഇല്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് വിളിക്കാം മീനുക്കുട്ടീന്ന്. എന്നിട്ട് അതൊക്കെ സെറ്റാകുമ്പോൾ നമുക്ക് പേരിടാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്ലാങ്ക്സ് വെച്ചിട്ട് ഇതിൻ്റെ ബോർഡർ വരക്കാം. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ഇതാ ഇത്രയും വലിയ ഫാർമിംഗ് ഐലൻഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് നമ്മളിനി ഫാർമിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. എന്തായാലും ഇതിൻ്റെ ബോർഡറിലൊക്കെ ആയിട്ട് ഞാൻ ഓക്കിൻ്റെ പ്ലാങ്ക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നട്ട് വളർത്തിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ ഒരു കിടിലം ബ്രീഡറൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാനിത് ഇവിടെ മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് എടുത്തു. ഇനി നമുക്കിവിടെ വാട്ടറിൻ്റെ സംഭവങ്ങളൊക്കെ വെക്കണം. അതുപോലെ തന്നെ നമ്മളെ കയ്യിലാണെങ്കിൽ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ നടാൻ. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് അത്യാവശ്യം വലിയ രീതിക്ക് ആക്കണം. എന്നിട്ട് കുറേ റിസോഴ്സ് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലും നമ്മൾ ഈ ഒരു ഷീപ്പ് ഫാർമും കൗ ഫാർമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വളരത്തുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ വെള്ളം ഒഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെയൊക്കെ വെള്ളം ഒഴിക്കാം. പിന്നെ ഇത് ഇവിടെ ഒരു അൺലിമിറ്റഡ് വാട്ടർ ഇതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊക്കെ മൊത്തത്തിൽ ഫില്ല് ചെയ്യാം. ഞാൻ എന്തായാലും വെള്ളമൊക്കെ മൊത്തത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ഹോയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഒന്നാമത്തെ ബാക്കി പണി ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു 3 ഹോ ഇരിക്കട്ടെ, ആവശ്യം വരും. അത്യാവശ്യം വലിയ സ്ഥലമല്ലേ. എന്തായാലും നമുക്ക് ഒന്നെടുത്ത് കയ്യിൽ പിടിക്കാം, എന്നിട്ട് പണി തുടങ്ങാം. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെന്തായാലും ഇത്രത്തോളം ഇവിടെ കിളച്ചിട്ടപ്പോൾ തന്നെ നമ്മൾ 3 ഹോയിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് പുതിയൊരു ഹോയും കൂടി സെറ്റ് ചെയ്യാം. ഒന്നല്ല, ഇനി എന്തായാലും 2 ഉണ്ടാക്കേണ്ടി വരും. അതിനെൻ്റെ ഇതുണ്ടോ, കോബിൾ സ്റ്റോൺ ഉണ്ടോ? അയ്യോ, കോബിൾ സ്റ്റോൺ തീർന്നെന്നാ തോന്നണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 2 വുഡൻ ഹോയും കൂടി ഉണ്ടാക്കാം. അത് മതി താൽക്കാലികമായിട്ട്. എന്തായാലും നമ്മളെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ തീർന്ന് വരാണ്. എല്ലാത്തിനുള്ള ഫാർമും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ കളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി ഇവിടെ ഫെൻസ് വെക്കുന്നതാണ്. എന്തായാലും ഇതിൻ്റെ ചുറ്റും നമുക്ക് ഫെൻസ് വെക്കണം. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ഡിസ്കോഡിൽ കയറാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡിസ്കോഡ് ലിങ്ക് ഉണ്ടാവും, അതിൽ കയറാം. നമ്മത്രേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നല്ല ടൈം എടുക്കുന്നത്, നല്ലോണം എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ചുറ്റും ഫെൻസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് വിത്തും കാര്യങ്ങളൊക്കെ നടാം. എന്തായാലും വില്ലേജർ കുട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നോക്കുന്നുണ്ട്. ഇനി അത് അവൻ്റെ പേരിലാവുമെന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. അപ്പോൾ എന്തായാലും ഫെൻസ് വെക്കേണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഗേറ്റും കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ നല്ല വലിയൊരു സ്ഥലമായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഫ്രീ ക്യാമിൽ കാണിച്ചു തരാം. കണ്ടോ,
ഇത്രയും വലിയ ഫാർമിംഗ് ഏരിയയാണ് നമുക്കുള്ളത്. അപ്പം നമ്മളെ കയ്യിലുള്ള നടാൻ പറ്റിയ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മറന്നുപോയ ഒരു കാര്യമാണ്, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ബാംബുവിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്നല്ലോ, അതൊന്നും ഞാൻ ഇതുവരെ നട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് നടാം. ഇവിടെ ആയിട്ട് ഇങ്ങനെ നിരത്തി പിടിച്ച് നട്ടു വെക്കാം. നമുക്ക് ഇവിടെ ഒരു കാട് പോലെ ആവട്ടെ എന്തായാലും. അപ്പോൾ ഇവിടെ നട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ സ്പാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും വളർന്നു വന്നിട്ട് നമുക്ക് അതിനെ കൊണ്ടെല്ലാം കിടിലം വീടൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇവിടെ നട്ടു കൊടുക്കാം. എന്തായാലും കുറച്ച് ഐറ്റംസേ ഉള്ളൂ. എന്തായാലും ഇവിടെ കുറച്ച് നേരം എഫ്ക്ക് നിന്നിട്ട് നമുക്കിത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ കണ്ടു, ഇത് ഇത്രയും ഐറ്റംസ് വെക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇത് അത്രയും ഏരിയ ബാക്കി കിടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ കുറച്ച് നേരം എഫ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളരും എന്നാണ് തോന്നുന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ഇവിടെ കുറേ നേരം എഫ്ക്ക് നിന്നു. എന്നിട്ട് നമുക്കിത് ഈ ഒരു തട്ട് മാത്രമേ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ. കുറേ നേരം എന്ന് പറയുമ്പോൾ ഒരു 10-20 മിനിറ്റ് നിന്നു. എന്നിട്ട് നമുക്ക് ഇത്രയും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ബാമ്പു ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുറേ ആയിട്ടുണ്ട്. ഇത് ഇവിടെയും ഫില്ലായിട്ടുണ്ട്. അതുപോലെ ഇത് ഇവിടെയും നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അത്യാവശ്യം വളർത്തിയിട്ട് നമുക്ക് കുറേ അധികം ബിൽഡിനൊക്കെ ഈ സാധനം ഉപയോഗിക്കണം. അതാണ് നമ്മൾ അടുത്ത പ്ലാൻ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് നേരം കൂടി എഫ്ക്ക് നിൽക്കട്ടെ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.